ഇക്കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ ലേശം ഭാരം അധികമായി പോയതിന്റെ പേരിൽ മെഡൽ നഷ്ടപ്പെട്ട ഫോഗാട്ട്, വിനേഷ് ഫോഗാട്ട്. നമ്മള് ഭാരം മുഴുവൻ കണ്ണീരോടുകൂടി മാത്രം ആണ് ആ വാർത്ത കേട്ടത്. ഇപ്പോ വരുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ സ്ഥാനാർത്ഥിയാകും എന്ന ഒരു അഭ്യൂഹം മാത്രമല്ല, ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. ഏത് സാഹചര്യത്തിലാണ് സംഭവിക്കുന്നത്? വിനേഷ് ഫോഗട്ട് ഇന്ത്യയുടെ അഭിമാനമാണ്, തർക്കമൊന്നുമില്ല. കാര്യം അവര് 2019 2022 വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കൽ മെഡൽ നേടിയ കായിക താരമാണ്. ഏഷ്യൻ ഗെയിംസിൽ 2014 2018 പങ്കെടുത്തു. 2018 ഗോൾഡും 2014 ബ്രോൺസും വെങ്കല മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിലെ 2014, 18, 22 വർഷങ്ങളിൽ സ്വർണ്ണ മെഡൽ ജേതാവായിരുന്നു. അപ്പോ വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ താരമല്ല. അവര് വർഷങ്ങളുടെ എഫേർട്ട് കൊണ്ട് ഈ ഗുസ്തി എന്ന് പറയുന്ന നമ്മുടെ ഒരു തനത് സ്പോർട്സും കൂടിയാണ്, അതില് ഒരു മികച്ച താരമായി മാറി. പിന്നീട് ഈ വിനേഷ് ഫോഗട്ടിനെ സാധാരണഗതിയിൽ ഈ സ്പോർട്സ് താരങ്ങളെയൊക്കെ ആ കൺസേൺഡ് സ്പോർട്സിലല്ലാതെ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ കാണുന്നത് ഇത്തരത്തിലുള്ള വലിയ ടൂർണമെന്റുകളിലൊക്കെ പങ്കെടുത്ത് വിജയിക്കുമ്പോഴാണ്. അങ്ങനെ അറിയപ്പെട്ടു വന്നിരുന്ന ഒരു ഗുസ്തി താരമായിരുന്നു വിനേഷ് ഫോഗട്ട്. ഇവര് രാജ്യവ്യാപകമായി, ഒരുപക്ഷെ രാജ്യത്തിന് പുറത്തും വലിയ ഒരു പ്രശസ്തി അവർ നേടുന്നത്. ഈ കുപ്രശസ്തിയാണോ എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഈ ഗുസ്തിയേക്കാൾ അപ്പുറം ഇവര് ഡൽഹിയിൽ നടത്തിയ ഒരു സമരമായിരുന്നു. രാജ്യം മുഴുവൻ ശ്രദ്ധിച്ചൊരു സമരമായിരുന്നു. അത് ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്ന വ്രജഭൂഷൺ സിംഗ് എന്ന് പറയുന്ന BJPയുടെ നേതാവ് കൂടിയായ ഒരു അവരുടെ തന്നെ ഗുസ്തി ഫെഡറേഷന്റെ ഒരു ഉന്നതനെതിരെയായിരുന്നു സമരം. ആ സമരത്തിന് ആധാര വിഷയങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ ഈ സ്ത്രീ പീഡനമായിരുന്നു. ഏതോ താരത്തെ ഇയാള് പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. പക്ഷെ ഈ പരാതിക്കാരി വിനേഷ് ഫോഗട്ട് അല്ലായിരുന്നു, പരാതിപ്പെട്ടത് മറ്റാരുമാണ്. ആ പരാതിക്കാരി ഇതുവരെ രംഗത്ത് വന്നിട്ടുമില്ല. അപ്പോ ശാരീരികമായി ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ ഇവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള പരാതിയിലാണ് ഈ നമ്മുടെ ഈ ഫോഗട്ടും അതുപോലെ തന്നെ മറ്റ് താരങ്ങളും പൂനി അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഇവർക്ക് പിന്തുണയായി വരികയും ദിവസങ്ങളോളം നീണ്ടുന്ന വലിയൊരു സമരം രാജ്യം മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. ഒരുപാട് പേര് അതിന് പിന്തുണയായിട്ട് വരികയും ചെയ്തു. പക്ഷെ അന്ന് ഈ അത്ലറ്റിലുണ്ടായിരുന്ന അല്ലെ ഈ റെസ്ലറിലുണ്ടായിരുന്ന രാഷ്ട്രീയം ചിലരെങ്കിലും അന്ന് കണ്ടിരുന്നു. സ്പോർട്സിനേക്കാളേറെ രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യം എന്ന് അന്ന് ചില ആളുകളെങ്കിലും സൂചിപ്പിച്ചു. കാരണം ഒരു സ്പോർട്സ് താരം ശരിക്കും അതിനകത്ത് ഇൻവോൾവ് ആണ് എങ്കിൽ ശ്രദ്ധിക്കേണ്ടത് തന്റെ കരിയറിലും തന്റെ പ്രാക്ടീസിലും മറ്റു കാര്യങ്ങളിലായിരുന്നിരിക്കണം. കുറെ ദിവസം അവിടെ സമരം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയത് ഈ വിനേഷ് ഫോഗട്ടിന്റെ പരിശീലനമായിരുന്നു. അതിനുശേഷം നടന്ന ഒരു മീറ്റില് ഇവരുടെ ജൂനിയറിനോട് തോറ്റുപോയി വിനേഷ് ഫോഗട്ട്. ഇന്ത്യയിൽ തന്നെ ജൂനിയർ താരത്തിനോട് തോറ്റ നാണം കെട്ടുപോയി. പിന്നെ അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു? അതിനുശേഷം ഞങ്ങളെ സ്ക്രീൻ ചെയ്യാതെ ഒളിമ്പിക്സ് അയക്കണമെന്നാണ്. ഏതൊരു മത്സരത്തിനും ഒരു സ്ക്രീനിങ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ മത്സരിച്ച് ജയിക്കുന്നവരെ മാത്രമേ മേലോട്ട് അയക്കുള്ളൂ. അപ്പോൾ ഞങ്ങളതിന് തയ്യാറല്ല, ഞങ്ങളെ നേരിട്ട് ഒളിമ്പിക്സിലേക്ക് അയക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയും ദുർവാശിയും ഈ വിനേഷും കൂട്ടുകാരും നമുക്ക് കാണിച്ചു. സർക്കാർ അതിനും വഴങ്ങി നമുക്കൊരു മെഡലാണ് ആവശ്യം. കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു പ്രത്യേകത 2014 വന്നതിന് ശേഷം കായിക മേഖലയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ഖേലോ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി. ആ ഖേലോ ഇന്ത്യയിൽ ഉള്ള പങ്കെടുത്ത എത്രയോ താരങ്ങൾ ഇപ്രാവശ്യം പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയും മെഡൽ നേടുകയും ചെയ്തു. അപ്പോ അങ്ങനെ വലിയ പ്രാധാന്യം കൊടുത്ത് കോടിക്കണക്കിന് രൂപ ഈ കായിക വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു സർക്കാരിനോടാണ് ഈ പറഞ്ഞ വെല്ലുവിളി നടത്തിയത്. ഞങ്ങളെ സെലക്ഷൻ ഇല്ലാതെ ഒളിമ്പിക്സിലേക്ക് അയക്കണം എന്ന് ഒരു നിർബന്ധം വെച്ചത്. സാറിന് ഓർമ്മയുണ്ടാവും, അന്ന് ഈ ഇവർ നടത്തിയ സമരത്തെ സർവാത്മന പിന്തുണച്ചവരാണ് കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് പാർട്ടി എന്ന പ്രധാന പിന്തുണക്കാർ
IOC-യിലെ ചെയർമാനെ PT ഉഷ അന്ന് ഈ വേദിയിൽ സംസാരിക്കാൻ വന്നപ്പോഴത്തേക്ക് അവരെ അപമാനിച്ചു വിട്ട ആളാണ് ഈ വിനേഷ് ഫോഗട്ട്. കരയിപ്പിച്ചു വിട്ടു. ഈ വിനേഷ് ഫോഗട്ടും ടീമുകളാണ് ചേർന്നത്. പക്ഷെ ഈ ഒരു പിന്തള്ളപ്പെട്ടപ്പോഴത്തേക്കും ഉഷ പോയി കാണുകയും ഒരു ഇടപെടലൊക്കെ നടത്തി. അതിനാണ് മര്യാദ എന്ന് പറയുന്നത്. ഒരുപാട് പാഠങ്ങൾ PT ഉഷ എന്ന് പഠിക്കാൻ. പ്രധാനമന്ത്രി നേരിട്ട് ഉഷയെ വിളിച്ചിട്ടാണ് അതെ, ഒരുപാട് പാഠങ്ങൾ വിനേഷ് ഫോഗട്ട് ഇനിയും പഠിക്കാനുണ്ട്. കേവലമായ രാഷ്ട്രീയമല്ല വലുതെന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചൊരു പ്രശ്നം എന്ന് പറയുന്നത് ഏതിലും അമിതമായ രാഷ്ട്രീയം കലർത്തുന്നവരാണ്, ഏത് കാര്യത്തിലും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവനവന്റെ ഫീൽഡിൽ അവനവൻ തള്ളപ്പെട്ടു എന്നൊരു സാഹചര്യം വിനേഷിന് അതാണ് പറ്റിയത്. ഇത് വലിയൊരു വിനയാണ് അവർക്ക് സംഭവിച്ചത്. ഇപ്പോ ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്തില്ല, ഇവര് സാധാരണ പങ്കെടുത്ത 53 kg ഇനത്തിൽ അവർ സാധാരണ അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. ഇതിൽ അവര് 50 kg. ഇവിടെ ആളുകൾ പറയുന്നുണ്ടല്ലോ 150 ഗ്രാം എന്ന്. അങ്ങനെയല്ല, അതിന്റെ ചില റൂളുകൾ സംഭവം. അനുവദിക്കപ്പെട്ട വെയിറ്റിൽ നിന്നും ബോണസ് ആയിട്ട് 2 കിലോയും കൂടി അവർ അനുവദിക്കും. അതായത് 50 കിലോ ആണെങ്കിൽ 52 കിലോ വരെ ആവാം. ഭയങ്കര നിയമങ്ങളാണ്. മാത്രമല്ല ഇന്റർനാഷണൽ നിയമമല്ലേ, നമുക്കതിൽ ചെയ്യാൻ കഴിയൂ. ഇവിടെ കാപ്പ് പഞ്ചായത്ത് ഇരുന്ന് സമരം ചെയ്ത് കഴിഞ്ഞാൽ വലിയ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രമേയം പാസ്സാക്കിയാൽ വലിയ ചെയ്യാൻ കഴിയും? ഒരിക്കലും ഇല്ല. നമ്മൾ കുറെ അഭ്യർത്ഥനകളൊക്കെ വേണം, മെഡൽ അംഗീകരിക്കണമെന്നൊക്കെ പറഞ്ഞു. വാദങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ നിയമങ്ങൾ മറികടന്ന് വേണം ശരിയാക്കി. അല്ല, അത് തന്നെ ഈ വാദങ്ങളൊക്കെ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു മെഡൽ നഷ്ടപ്പെടുന്നു എന്നുള്ള ഇതുകൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ രാഷ്ട്രീയ സ്നേഹം കൊണ്ടായിരിക്കും. ആയിക്കോട്ടെ, അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഏത് കളിയിലും ഒരു നിയമം ഉണ്ടാവുമല്ലോ. ആ നിയമത്തെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. രാഹുൽ ഗാന്ധി എല്ലാ തരത്തിലും കയറി ഇടപെടുന്ന രാഹുൽ ഗാന്ധി ഈ കേസിൽ പറഞ്ഞെന്താണെന്നറിയുമോ? ഇതിൽ മാച്ച് ഫിക്സിംഗ് നടന്നു. എത്ര വിവരം ഉണ്ടെന്ന്. ക്രിക്കറ്റിലൊക്കെ സാറിന് മാച്ച് ഫിക്സിംഗ് സംഭവം നടക്കും, അമ്പയറും കളിക്കാരും ഒക്കെ ഇട്ട്. അതുപോലെ മാച്ച് ഫിക്സിംഗ് നടത്തിയാണ്. എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയിൽ മാച്ച് ഫിക്സിംഗ് നടത്തി പുറത്താക്കിയെന്നാണ്. എത്ര വിവരക്കേടാണ് ഈ കൂട്ടർ പറയുന്നത്. ഇത് കേട്ട് കൈയടിക്കാനും ഇത് പ്രചരിപ്പിക്കാനും വേറെ കുറെ തിരുമണ്ടന്മാര്. പക്ഷെ ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താ? ഈ താരം അല്ലെങ്കിൽ റെസ്ലർ രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഡൽഹി സമരം മുതലേ കളിക്കുന്നതെന്ന് ഇപ്പൊ വ്യക്തമായി. അതുകൂടാതെ ഏതാണ്ട് ഒരു 75 മുതൽ 80 ലക്ഷം രൂപ വരെ ഇവർക്ക് വേണ്ടി മാത്രം കേന്ദ്ര സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് കോച്ച് വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്തു. അതുപോലെ തന്നെ പ്രൈവറ്റ് ഡോക്ടർ വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്തു. ഇവര് വിദേശത്ത് പരിശീലനം വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്തു. ഇതെല്ലാം ഗവൺമെന്റ് കൊടുത്തു. ഇവരോട് എന്തെങ്കിലും വിരോധം നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. രാഷ്ട്രീയമായി കണ്ടിട്ടെങ്കിൽ ഇതൊന്നും സാധ്യമല്ല. കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നിനക്കൊന്നുമില്ല, നീ ഉള്ളതിച്ച് പോയി കളിച്ച ടീമിന്റെ കൂടെ പോയാൽ എന്ന് പറഞ്ഞാൽ സംഭവം തീർന്നില്ല. അപ്പൊ നമുക്കിവിടെ വലിയൊരു കണ്ടിൻജന്റ് ആണ് ഇവിടുന്ന് പോയത്. അവർക്ക് എല്ലാണ്ട് കോമൺ ഡോക്ടറും കോമൺ കോച്ചും ഒക്കെയാണ്. പക്ഷെ ഇവർക്ക് അവർക്ക് മാത്രം അവർ ആവശ്യപ്പെട്ട എല്ലാം പ്രൊവൈഡ് ചെയ്യും. കോടിക്കണക്കിന് രൂപയാണ് ചെലവ് ഈ വിദേശത്തെ പരിശീലനം അടക്കം. അതൊന്നും പുറത്ത് വരുന്നില്ല. ഇപ്പൊ ഇതാരും പറയുന്നില്ല. പുറത്ത് ഗവൺമെന്റ് സംഭവമൊക്കെ ഇഷ്യൂ ഇട്ടുണ്ടാവാം. പക്ഷെ ഇതാരും ഈ വിവാദം ഉണ്ടാക്കുന്നവരും ഈ കാര്യങ്ങൾ പറയുന്നില്ല. ഇനി രണ്ടാമതൊരു കാര്യം, ഈ 2 കിലോ ബോണസ് കൊടുത്തിട്ട് അതിന്റെ മേലാണ് 150 ഗ്രാം കൂടിയത്. എന്നിട്ട് എന്തൊക്കെ ചെയ്തു ഇവര്? തലേ ദിവസം അവരുടെ ഡ്രസ്സിന്റെ നീളം കുറച്ചു, പരമാവധി മുടി വെട്ടി, വെള്ളം കുടിച്ചില്ല, നഖം വെട്ടി. കാര്യം 150 ഗ്രാം എങ്ങനെ കുറയ്ക്കാം? ഇത് അതിന്റെ അർത്ഥം എന്താ? ഇത് വിനേഷിന് അറിയാം ഈ പ്രശ്നം. നാളെ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കുമല്ലോ. ഇനി ഇവര് പ്രൈവറ്റ് കോച്ചും മറ്റേ ഡോക്ടറും ഉണ്ടല്ലോ, ഇവരെന്ത് ചെയ്യായിരുന്നു? ഇവരെന്തെടുക്കായിരുന്നു? ഇവർ അതിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യണ്ടായിരുന്നു. അപ്പൊ 53 kg മത്സരിച്ചാൽ എങ്ങും എത്തില്ല എന്നറിയുന്ന ആളാണ് 50 kg മത്സരിക്കാൻ. അതായത് 3 കിലോ കുറയ്ക്കാൻ കഴിയുന്ന ആത്മവിശ്വാസത്തിലാണ്. പക്ഷെ അത് കുറയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് രാജ്യത്തെ തന്നെ നാണം കെടുന്ന അവസ്ഥയിലേക്ക് പോയി. ഇപ്പൊ അനാവശ്യമായിട്ട് ചീത്തപ്പേര് കേൾക്കേണ്ടുന്നത് നരേന്ദ്രമോദിയും സർക്കാരുമാണ്. കാര്യം ഇതിനെല്ലാം കാരണക്കാർ അദ്ദേഹമാണ് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. രാഷ്ട്രീയ ഹരിയാന രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത, ഇയാള് ഹരിയാനക്കാരിയാണ്. ഹരിയാനയിലാണ് ഗുസ്തിയുടെ ഒരു കേന്ദ്രം. മിക്കവാറും എല്ലായിടത്തും ഈ അഖാഡകൾ, ഈ ഗുസ്തി പഠിപ്പിക്കുകയും ചെയ്യുന്ന അഖാഡകൾ ഹരിയാനയുടെ വ്യാപകമാണ്. അതവരുടെ ഒരു സംസ്കാരമായിട്ട് കൂടി ചേർന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വിനേഷ് ഫോഗട്ട് കോൺഗ്രസിനോട് നേരത്തെ തന്നെ ആഭിമുഖ്യം ഉണ്ടായിരുന്ന ഒരു താരമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഡൽഹി സമരത്തിലൊക്കെ കണ്ടത്. ഇപ്പൊ ഹരിയാന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇപ്പൊ 3 സംസ്ഥാനങ്ങളിലൊന്ന് ഹരിയാനയും കൂടിയാണ്. ആ തെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥിയാവണം എന്നുള്ള ആഗ്രഹം വിനേഷ് ഫോഗട്ടിന് അറിഞ്ഞോ അറിയാതെ ഉണ്ടായി. ഇപ്പോഴല്ല, നേരത്തെ ഉണ്ടായി. ഈ പ്രഖ്യാപിച്ച ശേഷം മുമ്പേ ഉണ്ടായി. അതുകൊണ്ടാണ് രാഷ്ട്രീയ കളിയെല്ലാം കളിക്കുന്നത്. അന്നത്തെ സമര തീഷ്ണതയൊക്കെ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാകുമോ? തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ.
ഇപ്പോ വിനേഷ് ഫോഗട്ടിന് വലിയൊരു എന്താണ് പബ്ലിക് ഫിഗറായി മാറി ഈ ഒരു വിവാദത്തോടു കൂടി. വിവാദത്തോടെ ആ ഒരു ഫിഗറായി മാറി. അപ്പൊ ഇനി ഇലക്ഷൻ പ്രചരണം വളരെ ഈസിയാണ്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ കാര്യങ്ങൾ വെളിയിൽ വന്നു കഴിഞ്ഞു. ഇവര് മത്സരിക്കും, ബബിതയ്ക്കെതിരെ മത്സരിക്കും എന്നാണ് പറയുന്നത്. അത് ഇവരുടെ ബന്ധുവാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ടിക്കറ്റിലായിരിക്കും മത്സരിക്കുക. അപ്പോ ഇവിടെ കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത് എന്താ വെച്ചാല്, ഒരു കായിക ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ തരാൻ കഴിയുമായിരുന്ന ഒരു താരത്തെ നശിപ്പിച്ച് വെറും രാഷ്ട്രീയം കളിച്ച് ഒരു റെസ്ലറുടെ ഭാവി ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അടുത്ത ഒളിമ്പിക്സ് വരെ ഒരുപക്ഷെ ലൈവായിട്ട് സാധിച്ചില്ല. ആയിക്കൂടെ? അല്ല, അങ്ങനെ ആവാമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇതിൽ നഷ്ടപ്പെട്ടതുകൊണ്ടാ 53 kg മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു മെഡൽ ചിലപ്പോൾ അവർ കിട്ടുമായിരുന്നു. നമുക്കറിയില്ല, ഉറപ്പ് പറയാമല്ലോ. പക്ഷെ അനാവശ്യമായ രാഷ്ട്രീയം ഇതിന്റെ പിറകെ പോയതിന്റെ ഒരു പ്രശ്നമാണ്. 2, പാർട്ടി ചെയ്തതിന് അപ്പുറം ഈ താരം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എത്രയോ സ്പോർട്സ് താരങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്. നമ്മൾ ആദരിക്കുന്ന എത്രയോ താരങ്ങൾ അവരൊന്നും രാഷ്ട്രീയം കളിക്കാൻ പോയിട്ടില്ല. അവരവരുടെ കരിയറിൽ ഉറച്ചു. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാം കഴിച്ചിട്ട് നിങ്ങൾ പൊക്കോളും. അതൊന്നും അല്ലല്ലോ ഇവിടെ ചെയ്യുന്നു. അപ്പൊ സ്വന്തം കരിയർ നശിപ്പിച്ച് പിന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഈ നമ്മുടെ രാജ്യത്തെ നാണം കെടുത്താനും അതുപോലെ തന്നെ വലിയൊരു ഒരു ഫിഗറായി മാറാനുള്ള ശ്രമമാണ് വിനേഷ് ഫോഗട്ട് ഇക്കാര്യത്തിൽ നടത്തിയതെന്നുള്ളത് ഇപ്പൊ പകൽ പോലെ വ്യക്തമായി. അപ്പൊ ഇതൊക്കെ വെറും നാടകമായിരുന്നു. ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയാണോ ഈ ടിക്കറ്റ്? തീർച്ചയായിട്ടും ആണല്ലോ. കാരണം ഇവരെ സ്വീകരിക്കാൻ പോയത് കണ്ടല്ലോ. വിനേഷ് ഫോഗട്ട് തിരിച്ചു വന്നപ്പോ നമ്മളൊരു മത്സരത്തിൽ പങ്കെടുത്തിട്ട് വിജയിച്ചു വരുമ്പോഴാണല്ലോ പോയി വലിയ ആഡംബരത്തോടെ സ്വീകരിക്കേണ്ടത്. ഹൂഡയും കൂട്ടരും കൂടെ കോൺഗ്രസിന്റെ MP പിന്നെ ഹൂഡയും ടീമും കോൺഗ്രസ്സുകാരനോട് ചേർന്നാണ് ഇവരെ പോയി സ്വീകരിച്ചത്. അത് കുഴപ്പമില്ല, സ്വീകരിച്ചോട്ടെ. കാരണം അയാൾ മുസ്ലിം ഫെഡറേഷന്റെ ആളും കൂടിയാണ്. അതുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ അതിനെ ഒരു പൊളിറ്റിക്കൽ ഇവന്റ് ആക്കി ഇവർ മാറ്റി കോൺഗ്രസ്. അവര് എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലും അവർ അങ്ങനെയാണ് പറഞ്ഞത്. അതായത് തോറ്റു വരുന്നവനെ ഭയങ്കരമായിട്ട് ആദരിക്കുക, അവരുടെ തലയേറ്റുണ്ട്. ഈ തോറ്റ വരവിനും ഒരു വീരപരിവേഷമുള്ള തോൽവി ആയതുകൊണ്ട് അല്ലല്ലോ, ഇതിന് വീരപരിവേഷം നാണം കെട്ട തോൽവിയല്ലേ ഇത്. അതായത് പിന്നെ ഒരു മത്സരത്തിൽ കയറി പങ്കെടുത്തിട്ട് അതിന്റെ നിയമങ്ങളെല്ലാം തിരിച്ചുകൊണ്ട് പങ്കെടുത്തിട്ട് എനിക്ക് മെഡൽ തന്നില്ല എന്ന് പറയുന്ന നാണം കെട്ട തോൽവിയ മാത്രമല്ല, നമ്മളെ രാജ്യത്ത് നാണം കെടുത്തുകയാണ് ചെയ്തത്. ഈ നാണക്കേടുകൾ കോൺഗ്രസ് കുറെ കാലമായിട്ട് ചെയ്യുന്നുണ്ട്. അത് അവരുടെ രക്തത്തിൽ അറിഞ്ഞ സാധനമാണ്. ആ നാണക്കേടിന് ഈ പാവ റെസ്ലറും അതിന് പിന്നെ കാരണക്കാരിയായി എന്നുള്ളതാണ് വിഷയം. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. രാജ്യത്തോട് സ്നേഹമുണ്ട് എങ്കിൽ രാജ്യത്ത് നാണം കെടുത്തരുത്. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ മത്സരത്തിന് മാറി നിൽക്കണം. ഇനി അതിന് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ട് പറഞ്ഞാൽ എനിക്ക് വെള്ളി തരണോ, എന്ത് വിചിത്ര ന്യായമാണെന്ന് നോക്കിയോ. അവിടെയാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്. ഈ ഗുസ്തിയുടെ നിയമങ്ങൾ വളരെ ഒരിക്കലും അത് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാണ് ഇനി വരുന്ന ആളുകളൊക്കെ തന്നെ ചെയ്യേണ്ടി വരും. അതെ, ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ഒരു അപ്പീലിന് സാധനമില്ല. വെറുതെ അപ്പീൽ കൊടുത്തു. ഇവിടെ ഖാപ്പ് പഞ്ചായത്ത് സമരം നടത്തി. ആർക്കെതിരെ? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിക്കെതിരെ. നരേന്ദ്രമോദിയും ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയും കൂടെ എന്തോ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതെല്ലാം മണ്ടത്തരമാണ്. ആ കൂട്ടത്തിൽ പുതിയൊരു മണ്ടത്തരവും കൂടി പിന്നെ അദ്ദേഹം പറഞ്ഞു എന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് ഇന്ത്യയിൽ സ്പോർട്സ് വളരുന്നില്ല എന്നുള്ളതിന്റെ ഒറ്റ ഉദാഹരണമാണ് വിനേഷ് ഫോഗട്ടിന്റെ ഭാവിയിൽ എടുക്കാം. കാരണം അനാവശ്യമായ രാഷ്ട്രീയം ഇതിനകത്ത് ഇൻജക്ട് ചെയ്ത് കയറ്റുന്നുണ്ട്. ഒരുവൻ സ്പോർട്സിൽ വന്നു കഴിഞ്ഞാൽ അവന്റെ കരിയർ ആവണം പ്രധാനം. ഏറ്റവും കൂടുതൽ ഹൈറ്റ്സിലെത്തുക, രാജ്യത്തിന് യശസ് ഉണ്ടാക്കി കൊടുക്കുക. ഇതായിരിക്കണം ഒരു സ്പോർട്സ് താരത്തിന് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി, പ്രധാനമായിട്ട് ഉണ്ടാവേണ്ടത്. പക്ഷെ അതിനപ്പുറം വേറെ താല്പര്യങ്ങളായിട്ട് സ്പോർട്സിൽ വന്നു കഴിഞ്ഞാൽ വിനേഷ് ഫോഗട്ടിനെ പറ്റിയ അബദ്ധമായിരിക്കും ഇനി മറ്റു താരങ്ങളെയും കാത്തിരിക്കുന്നതെന്ന് എനിക്ക് പറയാം. എന്തായാലും അടുത്ത ഒരു ഗോതയിലേക്ക് ഇറങ്ങാണ്, രാഷ്ട്രീയത്തിന്റെ ഗോതയിലേക്ക്. കാത്തിരുന്ന് കാണാം.